ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ സമാനതകളില്ലാത്ത രചനാശൈലിയിലൂടെയും ജീവിത വീക്ഷണത്തിലൂടെയും ആധുനിക മലയാള സാഹിത്യത്തെ വിപ്ലവകരമായി മാറ്റിമറിച്ച എഴുത്തുകാരനാണ്. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത്. സ്കൂൾ പഠനകാലത്ത് ഗാന്ധിജിയെ കാണാൻ പോയ ബഷീർ പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയൊട്ടാകെയും വിദേശ രാജ്യങ്ങളിലും 10 വർഷത്തോളം ഒരു സന്യാസിയെ പോലെ ബഷീർ സഞ്ചരിച്ചു. ഈ യാത്രകളിലെ വൈവിധ്യമാർന്ന അനുഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾക്ക് കരുത്തു പകർന്നത് എന്ന് പറയാം. സംസ്കൃത ജടിലമായ പദപ്രയോഗങ്ങൾ ഒഴിവാക്കി സാധാരണക്കാരുടെ ഭാഷയെ, സംസാര ഭാഷയെ അദ്ദേഹം സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്നു. തൻ്റെ ജീവിതാനുഭവങ്ങളെ ഭാവനയുമായി ചേർത്ത് അവതരിപ്പിക്കുന്ന അനുഭവ സാഹിത്യമായിരുന്നു ബഷീറിൻ്റെ പ്രത്യേകത. അതീവ ഗൗരവമുള്ള വിഷയങ്ങളെ പോലും നർമ്മത്തിൽ ചാലിച്ച് ലളിതമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട് തുടങ്ങിയവ ഉദാഹരണം. മനുഷ്യരെ മാത്രമല്ല, പ്രകൃതിയെയും സസ്യലതാദികളെയും മൃഗങ്ങളെയും ഒരുപോലെ സ്നേഹിച്ചിരുന്ന ദർശനമായിരുന്നു ബഷീറിൻ്റേത്. 1982 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, 81 കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, 1993 വള്ളത്തോൾ പുരസ്കാരം. ബഷീറിൻ്റെ ഓർമ്മയ്ക്കായി തലയോലപ്പറമ്പ് കേന്ദ്രീകരിച്ച് ബഷീർ സ്മാരക ട്രസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ട്രസ്റ്റ് എല്ലാ വർഷവും മികച്ച സാഹിത്യകൃതികൾക്ക് ബഷീർ അവാർഡ് നൽകി വരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏറ്റവും പ്രശസ്തവും മനോഹരവുമായ നോവലുകളിൽ ഒന്നാണ് മതിലുകൾ. 1965 പ്രസിദ്ധീകരിച്ച ഈ കൃതി പ്രണയം, ഏകാന്തത, സ്വാതന്ത്ര്യം എന്നീ വികാരങ്ങളെ അതീവ ലളിതവും എന്നാൽ തീക്ഷ്ണവുമായ രീതിയിൽ ആവിഷ്കരിക്കുന്നു. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബഷീർ അനുഭവിച്ച ജയിൽവാസമാണ് ഈ നോവലിൻ്റെ പശ്ചാത്തലം. രാജദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട് ജയിലിൽ കഴിയുന്ന ബഷീർ എന്ന എഴുത്തുകാരനാണ് ഇതിലെ നായകൻ. ജയിലിൻ്റെ പുരുഷ വിഭാഗത്തെയും സ്ത്രീ വിഭാഗത്തെയും വേർതിരിക്കുന്ന വലിയ മതിലിന് അപ്പുറവും ഇപ്പുറവും ഇരുന്നു കൊണ്ട് ബഷീറും നാരായണി എന്ന തടവുകാരിയും തമ്മിൽ ഉടലെടുക്കുന്ന പ്രണയമാണ് നോവലിൻ്റെ ജീവൻ. നോവലിലെ മതിൽ കേവലം കല്ലും സിമന്റും കൊണ്ട് തീർത്ത ഒന്നല്ല. അത് സമൂഹത്തിലെ വിലക്കുകളുടെയും മനുഷ്യൻ അനുഭവിക്കുന്ന ഏകാന്തതയുടെയും പ്രതീകമായാണ് നിലകൊള്ളുന്നത്. തമ്മിൽ കാണാൻ കഴിയാത്ത പ്രണയിനികൾക്കിടയിൽ ഈ മതിൽ ഒരു തടസ്സമായി നിൽക്കുമ്പോഴും അതിലൂടെ കൈമാറുന്ന വാക്കുകളും പൂക്കളും ഗന്ധവും ആ മതിലിനെ അദൃശ്യമാക്കുന്നു. ലോക സാഹിത്യത്തിൽ തന്നെ അപൂർവമായി മാത്രം കാണുന്ന ഒന്നാണ് നായികയെ നേരിട്ട് കാണിക്കാതെ ശബ്ദത്തിലൂടെ മാത്രം പ്രണയിക്കുന്ന രീതി. ബഷീറിൻ്റെ തനതായ സുൽത്താൻ ശൈലിയിലുള്ള നർമ്മവും ദാർശനികതയും കലർന്ന ഭാഷ നോവലിന് മെഴിവേകുന്നുണ്ട്. നോവലിൻ്റെ അവസാനം ബഷീറിന് ജയിൽ മോചനം ലഭിക്കുമ്പോൾ പ്രണയിനിയെ കാണാൻ കഴിയാത്ത വിഷമത്താൽ ആർക്കാണ് സ്വാതന്ത്ര്യം വേണ്ടത് എന്ന് അദ്ദേഹം ചോദിക്കുന്നത് ഹൃദയസ്പർശിയാണ്. 1989 അടൂർ ഗോപാലകൃഷ്ണൻ ഈ നോവലിനെ അതേ പേരിലുള്ള സിനിമയാക്കി മാറ്റി.